ഹായ് ഓൾ. ഇവിടെ ഹെഡ്ലൈനിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ മണി വളരെ ശക്തമായിട്ട് തന്നെ പിടിച്ചു വെക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്കതൊരു ഫിനാൻഷ്യൽ ബ്ലോക്കേജ് കൂട്ടുന്നതിന് ഇടയാക്കത്തേ ഉള്ളൂ. പിശുക്ക് മെന്റാലിറ്റിയാണ് നിങ്ങളെ ഇവിടെ നയിക്കുന്നതെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ സന്തോഷത്തോടെയും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെയും തന്നെ പണത്തിനെ വിനിയോഗിക്കാൻ നോക്കുക. ഇതേ കാർഡ് തന്നെയാണ് ഇന്നലത്തെ റീഡിങ്ങിലും എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ പിശുക്കുന്ന സ്വഭാവം മാറിയിട്ടില്ല എന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിടിച്ചു വെച്ചിരുന്നാലേ അത് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് കൂട്ടും എന്നുള്ളതല്ലാതെ ഒരു മാറ്റവും ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങൾ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രോബ്ലംസ് ഇല്ലാന്ന് നിങ്ങൾ പുറമേ നടിക്കുന്നുണ്ടെങ്കിലും അത് വളരെയേറെ പെയിൻഫുൾ ആയിട്ടുള്ള ഓർമ്മകൾ നിങ്ങളിലോട്ട് തരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആ വേദനയിലൂടെ പോയെങ്കിൽ മാത്രമേ ഒരു ശരിക്കുള്ള സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അതിനാലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യേണ്ടി വന്നത്. അത് മനസ്സിലാക്കുക. പോയതെല്ലാം പോയിക്കോട്ടെ, പോയ സാഹചര്യങ്ങൾ പോയിക്കോട്ടെ, സന്തോഷമായി തന്നെ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ മാപ്പ് കൊടുത്ത് നന്ദി പറഞ്ഞ് ലെറ്റ് ഗോ ചെയ്ത് വിടുക കേട്ടോ. ഹോൾഡ് ചെയ്ത് വെക്കണ്ട. ഇവിടെ കാണുന്നില്ലേ നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെയും നിങ്ങളുടെ സ്ട്രെങ്ത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. നിങ്ങളിപ്പോൾ ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കാണാൻ പറ്റുന്നത്. വലിയൊരു സക്സസിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കഴിവുകളുള്ളവരാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻബോൺ ടാലൻസ് ഒരുപാടുള്ളവരാണ് നിങ്ങൾ അതിലേക്കെല്ലാം കണക്റ്റായി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ടാലൻസ് എല്ലാം മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതായിട്ടാണ് ഇത് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അതാണ് ആദ്യം നമുക്ക് കിട്ടിയ ഹെഡ്ലൈനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന സമയമാണ്. ഇത്രയും നാളത്തെ സഫറിങ്സിനെല്ലാം നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുന്ന എനർജിയിലോട്ടാണ് നിങ്ങൾ കണക്റ്റായി വരുന്നത് കേട്ടോ. നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ, ധൈര്യത്തോടെ കുതിച്ചു പാഞ്ഞ് നിങ്ങളുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫയർ എനർജിയോടുകൂടി തന്നെ റിസ്ക് ഉണ്ടെങ്കിലും അതെല്ലാം നിസ്സാരമായിട്ട് കണ്ട് സാഹസികമായിട്ടുള്ള യാത്രയിലോട്ടാണ് നിങ്ങൾ കണക്റ്റായി മുന്നോട്ട് പോകുന്നതെന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഒരു ടിപ്പായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഡെയിലി കിടക്കുന്നതിന് മുന്നൊന്ന് എഴുതാൻ നോക്കുക. 41 days ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും നല്ലത് എഴുതുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. കാരണം ഞാൻ ഇന്നലെ ഒന്ന് എഴുതിയപ്പോഴേക്കും എനിക്ക് അക്കൗണ്ടിലും ക്യാഷ് വന്നു, എൻ്റെ കയ്യിൽ എനിക്ക്